വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് ആരംഭിക്കുന്നത് ഒരു ഉത്ഭവത്തിൻ്റെയും പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശത്തിൻ്റെയും വ്യക്തമായിരിക്കുന്ന ഒരു പ്രസ്താവനയോടെയാണ്. ഉടൻ സംഭവിക്കേണ്ട കാര്യങ്ങൾ തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ ദൈവപിതാവ് യേശുവിന് നൽകപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം. പ്രവചന വാക്കുകൾ വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യുന്നവർക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് വെളിപ്പാട് പുസ്തകം. യോഹന്നാൻ ഏഷ്യയിലെ 7 സഭകൾക്കുള്ള പടിഞ്ഞാറൻ തുർക്കി എന്നറിയപ്പെടുന്ന ഇന്നത്തെ പ്രദേശങ്ങളാണ് ഈ 7 സഭകൾ സ്ഥിതി ചെയ്യുന്ന പേരെടുത്ത് പറയുന്ന പ്രദേശങ്ങൾ. ഇവയെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതപ്പെടുന്നു. വെളിപ്പാട് എഴുതുവാൻ താൻ എങ്ങനെയാണ് നിയോഗിക്കപ്പെട്ടതെന്ന് യോഹന്നാൻ വിശദീകരിക്കുന്നു. കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയിലായപ്പോൾ പിന്നിൽ കേട്ട വലിയ ശബ്ദം എന്തെന്ന് അറിയുവാനായി അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ കണ്ട കാഴ്ച താൻ വിവരിക്കുന്നതാണ്. 7 സഭകളെക്കുറിച്ചുള്ള ദൂതുകൾ എഴുതുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതാണ് 1-ാം അധ്യായത്തിന്റെ ബ്രീഫായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിന്റെ അത് ആരംഭിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടെന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത് ഒരു ഉത്ഭവത്തിന്റെയും അതുപോലെ തന്നെ ദൈവത്തിന്റെ ഉദ്ദേശത്തെയും വ്യക്തമായ പ്രസ്താവനയോടെയാണ് ഇത് ആരംഭം കുറിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഉടൻ സംഭവിക്കേണ്ട കാര്യങ്ങൾ തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ പിതാവായ ദൈവം അത് യേശുവിന് നൽകും. 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനത്തിൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രവചന വാക്കുകൾ അത് വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യുന്നവർക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. വളരെ ഭംഗിയായിട്ടാണ് വെളിപ്പാട് പുസ്തകം ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ടവിടെ പറയുന്നു. ഈ പ്രവചന പുസ്തകത്തിലെ വാക്കുകൾ വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പ്രത്യേകമായിട്ട് അത് രൂപകൽപ്പന ചെയ്തിരിക്കുക. എന്തിനാണത് അങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഇത് പഠിക്കുന്നവർക്ക് ഇതൊരു അനുഗ്രഹമായി തീരണം. ഇത് വായിച്ച് കേൾക്കുക എന്ന് മാത്രമല്ല, വായിച്ച് കേൾപ്പിക്കുന്നവരും ഇതിൽ കൂടെ അനുഗ്രഹമുണ്ട് എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രത്യേകത. മറ്റേതൊരു പുസ്തകത്തെക്കാളും വെളിപ്പാട് പുസ്തകത്തിന് കൊടുക്കുന്ന വലിയ പ്രാധാന്യമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. യോഹന്നാൻ ഏഷ്യയിലെ, ഇപ്പോൾ പടിഞ്ഞാറൻ തുർക്കി എന്നറിയപ്പെടുന്ന പ്രദേശം, ഏഷ്യയിലെ 7 സഭകളെ അഭിസംബോധന ചെയ്യുന്നു. 7 സഭകളെ അഭിസംബോധന ചെയ്യുന്ന ഒരു പുസ്തകം കൂടിയാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ വെളിപ്പാട് പുസ്തകം എഴുതുവാൻ താൻ എങ്ങനെയാണ് നിയോഗിക്കപ്പെട്ടതെന്ന് യോഹന്നാൻ വിശദീകരിക്കും. ഇതിനൊരു നിയോഗം ലഭിച്ചു. യോഹന്നാന് പ്രത്യേകമായിരിക്കുന്ന ഒരു നിയോഗത്തിലൂടെയാണ് വെളിപ്പാട് പുസ്തകം താന് എഴുതിയത്. എങ്ങനെയാണ് നിയോഗം എന്ന് പറയുന്നുണ്ട്. കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയിലായപ്പോൾ പിന്നിൽ കേട്ട വലിയ ശബ്ദം എന്തെന്ന് അറിയുവാൻ വേണ്ടി തിരിഞ്ഞു നോക്കി. അപ്പോൾ താൻ കണ്ട കാഴ്ചകൾ വിവരിക്കുന്നു. ഇത് നമുക്ക് 1-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 7 സഭകളെ കുറിച്ചുള്ള ദൂതുകൾ അവിടെ യേശുക്രിസ്തു കൊടുക്കുന്നുണ്ട്. അത് എഴുതുവാൻ തന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതാണ് 1-ാം അധ്യായത്തിന്റെ ഒരു ബ്രീഫ് എന്ന് പറയുന്ന ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ.